السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും ബഹുമാന്യരായ മഹല്ല് ഭാരവാഹികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതാണ് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ടത്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ സത്യസാക്ഷ്യം അംഗീകരിക്കുന്നവരാണ്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ സത്യസാക്ഷ്യം അംഗീകരിച്ചവരാണ് വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ. ആ സത്യസാക്ഷ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ അത്തൗഹീദ് എന്നും അസ്സുന്ന എന്നും രണ്ട് ഭാഗമായി പറയുന്നത്. തൗഹീദ് വളരെ പ്രധാനപ്പെട്ടതാണ്. തൗഹീദിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ കണിശവും കൃത്യവുമായി അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. ആദ്യകാലങ്ങളിൽ തൗഹീദിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ പഠനവും നമ്മുടെ മനസ്സിലാക്കലും പൂർണ്ണമാകുന്നില്ല. നിരന്തരമായി ആ വിഷയത്തെ നമ്മൾ അപഗ്രഥിക്കുകയും നമ്മൾ നിരന്തരമായി ആ വിഷയത്തെ പഠനവിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിരന്തരമായ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഈ സന്ദർഭത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, കിഴക്കേ ചാത്തല്ലൂർ എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പേയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഒരുപക്ഷെ ഇന്ന് 50, 40, 60 വയസ്സുള്ള ആളുകൾ തൗഹീദിൽ തന്നെ ജനിച്ചു വളർന്ന ആളുകളുമാകുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവരുടെ മുന്നിൽ എന്തിനാണ് തൗഹീദും സുന്നത്തും വീണ്ടും പറയേണ്ടി വരുന്നത്
എന്ന് പലരെങ്കിലും സംശയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വ റസൂലിഹി. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ. വിശ്വസിച്ചവരെന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർ, മുഅ്മിനീങ്ങൾ. അവരോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്, ആമിനൂ ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുവിൻ. ആ വാചകത്തിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മൾ ആ വാചകത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക. കാരണം വിശ്വാസം സ്വീകരിച്ച ആളുകളോടാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വിശ്വസിക്കുവീനെന്ന്. എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? വിശ്വാസ കാര്യങ്ങൾക്ക് അത്രത്തോളം ഗൗരവമുണ്ട് എന്നതാണ്. ലോകത്തോട് വിട പറയുന്ന സന്ദർഭം വരെ ഈമാനിന്റെ സംരക്ഷണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ആശയങ്ങളെ വളരെ ഗൗരവതരമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ആധുനിക കാലഘട്ടം അഥവാ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുവരെ കേൾക്കാത്ത ധാരാളം പുതിയ ആശയങ്ങളും പുതിയ വിശ്വാസ ധാരകളും സമൂഹത്തിലേക്ക് കടന്നു വരികയും പുതിയ തരത്തിലുള്ള വ്യാഖ്യാന കസർത്തുകൾ അതിൻ്റെ പേരിൽ നടക്കപ്പെടുകയും ചെയ്യുമ്പോൾ പലരുടെയും വിശ്വാസ മേഖലകളിൽ കരുനിഴൽ വീഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് തൗഹീദ് വളരെ പ്രധാനമാണ് എന്ന വിഷയം നമ്മൾ ഗൗരവത്തിൽ, ആഴത്തിൽ, വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹദാനിയത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിൽ 6200 ചില്ലുവാനം വരുന്ന ആയത്തുകൾ, ആ ആയത്തുകളിലൂടെ കടന്നുപോയാൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ബോധ്യപ്പെടുത്താത്ത, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ വ്യക്തമാക്കി തരാത്ത ഒരായത്തും അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കും അത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കും അത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് നാമഗുണവിശേഷണങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കും ആ വാചകം. ഇങ്ങനെയല്ലാത്ത ഒരു വാചകം അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമേ അല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 1-ാം അധ്യായം സൂറ അൽ ഫാത്തിഹ മുതൽ 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ് വരെ ഒന്ന് വെറുതെ വായിച്ചു നോക്കുന്ന ആളുകൾക്കറിയാം, ഓരോ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇത് വളരെ ശക്തമായി, ഭദ്രമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ സമൂഹത്തിലേക്കും പുതിയ പുതിയ ആശയങ്ങളുടെ കടന്നുകയറ്റം അവരെ വലിയ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഈ സംഭവത്തെ വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ആദ്യത്തെ പ്രവാചകനായി അഥവാ റസൂലായി അള്ളാഹു നിയോഗിച്ചത് മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത് ആരിലേക്കായിരുന്നു? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ആദം നബിയുടെ പേരക്കുട്ടികളുടെ അടുത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകൾ, മഹാനായ ആദം നബിക്കും നൂഹ് നബിക്കും ഇടയ്ക്ക് ഒരു 10 തലമുറയുണ്ടെന്ന് പല തഫ്സീറുകളും വിശദീകരിക്കുന്നത് കാണാം. ഒരു 10 തലമുറകൾ യാതൊരുവിധ ശിർക്കിന്റെ ലാഞ്ചനയും കടന്നിട്ടില്ലാത്ത മുവഹിദുകളായ മനുഷ്യന്മാർ ആ സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ ആശയം കൊണ്ടുവരുന്നു. ആ പുതിയ ആശയം അതുവരെ തൗഹീദിൽ ഉറച്ചു നിന്ന ഒരു വിഭാഗം പതുക്കെ പതുക്കെ നീങ്ങിപ്പോകുന്നത് അത്ഭുതകരമായി കാണേണ്ടി വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 10 നൂറ്റാണ്ട്, ഒരു 10 നൂറ്റാണ്ട് തൗഹീദിൽ ശക്തമായി നിന്ന ഒരു വിഭാഗം, പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹമാണ്
അതിനിടയിൽ ഒരു 10 നൂറ്റാണ്ട് പിന്നിടുമ്പോഴേക്ക് ശിർക്കിന്റെ മനുഷ്യകുലത്തിൽ ആദ്യമായി കടന്നു വരുന്ന ശിർക്കിന്റെ മേഖലയിലേക്ക് സമൂഹം അധപ്പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? തൗഹീദ് അറിയാത്തതിന്റെ പേരിൽ തെറ്റിപ്പോയതാണോ? തൗഹീദ് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ അവർക്ക് അബദ്ധം വന്നതാണോ? അല്ല, തൗഹീദ് അറിഞ്ഞവർ തന്നെയാണ്. പ്രപഞ്ചനാഥനായ റബ്ബ് മാത്രമാണ് ആരാധനയ്ക്കർഹനെന്ന വഹ്ദാനിയത്തിന്റെ പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനം അത് മനസ്സിരുത്തി പഠിച്ച് ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾ തന്നെയായിരുന്നു അവർ. പക്ഷേ അവർക്കിടയിലേക്ക് പിശാചിന്റെ കുതന്ത്ര പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ അവർ പോലും അറിയാതെ വഴുതി ശിർക്കിൽ വീണു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി ഒന്നാമത്തെ പ്രവാചകനായി കടന്നു വരുമ്പോൾ അദ്ദേഹം തന്റെ ജനതയോട് പറയുന്നൊരു വാചകമുണ്ട്: ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഒരു പ്രവാചകൻ അവരോട് പറയേണ്ട പ്രകാരം അവർ പിഴച്ചു പോകുന്നു എന്നാണ്. എങ്ങനെയാണ് അവർക്കിത് സംഭവിച്ചത്? ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ, ആ സംഭവത്തെ മറിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതുണ്ട്. മനുഷ്യ സമൂഹത്തിൽ നിന്ന് വളരെ സ്വാത്വികരായി ജീവിച്ച 5 ആളുകൾ, ആ 5 ആളുകളോടുള്ള അമിതമായ ഇഷ്ടവും സ്നേഹവും അമിതമായ വിധേയത്വവും അവരെ പിശാച് കുരുക്കുകയാണ്. പിശാച് അവരെ ആ വിഷയത്തിൽ കെണിയിൽപ്പെടുത്തുകയാണ്. ആ കെണിയിലാണ് ആ സമൂഹം വീണുപോകുന്നത്. ഒറ്റടിക്കായിരുന്നില്ല. മുവഹിദുകളായ ആളുകളെ നേർക്ക് നേരെ ശിർക്കിന്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. പിന്നെങ്ങനെയായിരിക്കണം? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൃത്യമായി അജണ്ട നിശ്ചയിച്ചു പ്രവർത്തിക്കുന്നത് പോലെയാണ് പിശാച് പ്രവർത്തിച്ചതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആദ്യം അവർ പ്രത്യേക മണ്ഡപങ്ങൾ ഉണ്ടാക്കിയതാണ്. പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ അവരുണ്ടാക്കി വെച്ചു, സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. അത് വെറും മെമ്മറിക്ക് വേണ്ടിയായിരുന്നു, ഓർമ്മകൾക്ക് വേണ്ടിയായിരുന്നു, സ്മരണകൾക്ക് വേണ്ടിയായിരുന്നു. ഇല്ല, ആരാധനയുടെ യാതൊരു ലാഞ്ചനയും ആ സന്ദർഭത്തിൽ കടന്നു വന്നിട്ടില്ല. പിന്നീട് കാണുന്ന കാഴ്ച, അതേ പ്രദേശങ്ങൾ തങ്ങളുടെ സങ്കടങ്ങൾ അർപ്പിക്കുന്ന ഇടങ്ങളായി, തങ്ങളുടെ പ്രയാസങ്ങൾ അർപ്പിക്കുന്ന ഇടങ്ങളായി മുവഹിദുകളായ ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരം ചില ചിന്തകൾ ആശയങ്ങളായി രൂപപ്പെടുത്തപ്പെടുകയും അങ്ങനെ അവരതിൻ്റെ ആളുകളായി മാറുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ച ഈ സമൂഹത്തിന്റെ മുന്നിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. പ്രവാചകനായ നൂഹ് നബി പുറത്തുനിന്ന് ഇറക്കിയ ആളല്ല, ആ നാട്ടുകാരനാണ്, അവരുടെ ആളാണ്, അവരുടെ കുടുംബക്കാരനാണ്, അവരെ A to Z അറിയുന്നയാളാണ്. ആ നൂഹ് നബിയെയാണ് അവർ ഭ്രാന്തനെന്ന് വിളിച്ചത്. ആ നൂഹ് നബിയെയാണ് അവർ പരിഹസിച്ചത്, ആക്ഷേപിച്ചത്. അങ്ങനെ എല്ലാ ഭത്സനങ്ങളും നൂഹ് നബിക്കെതിരെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും അടങ്ങുന്നവർ ശക്തമായി രംഗത്ത് വന്നു. എന്തേ പ്രശ്നം? ഒന്ന് മാത്രം, അവർ ജീവിച്ച ജീവിതത്തിൽ നിന്ന് പിശാചിന്റെ ദുർബോധനയ്ക്ക് വശംവദരായി ശിർക്കിലേക്ക് ആപതിച്ചു പോയപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവരോട് സംസാരിച്ചു എന്നതാണ് നൂഹ് നബി മോശക്കാരനാവാൻ കാരണം. ഇന്നും അങ്ങനെയാണ്. തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചാൽ ആ ആൾ മോശക്കാരനായി, അയാൾ വളരെ മോശക്കാരനാണ്, അയാൾ കുതന്ത്രക്കാരനാണ്, അയാൾ സമൂഹത്തിൽ കൊള്ളാത്തവനാണ് എന്ന് തുടങ്ങുന്ന ദുരാരോപണങ്ങളിലൂടെ തൗഹീദ് പ്രബോധനത്തെ തടയാനാണ് എല്ലാ കാലഘട്ടത്തിലും ശിർക്കിന്റെ ഉപാസകന്മാരും ശിർക്കിന്റെ പ്രണേതാക്കളും ശിർക്കിന്റെ പ്രചാരകരുമായ ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. അന്നവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞാൻ അതും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ. നൂഹ് നബി തൗഹീദ് പറഞ്ഞപ്പോ ആ ആളുകൾ നൂഹ് നബിക്കെതിരെ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹ് മറിച്ചു നോക്കിയാൽ കാണാം. അവർ പറയുന്നു, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത നൂഹ് നബിയോട് പറയുന്ന വർത്തമാനമാണ്,
നൂഹ് നബി അടക്കുന്ന ആളുകൾ തൗഹീദ് പറഞ്ഞപ്പോൾ ജനതയെ അവർ ഉത്ബോധിപ്പിച്ചത് ഇങ്ങനെയാണ്: ലാ തദറുന്ന ആലിഹത്തക്കും, ഇല്ല നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ വിട്ടുകളയണ്ട. വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. വദ്, സുവാഅ, യഗൂസ്, യഊഖ്, നസ്ർ 5 മഹത്തുക്കളായ ആളുകളാണ്. അവർ നമ്മുടെ ഇടയിൽ ജീവിച്ചവരാണ്. നമ്മളുടെ മുന്നേ കഴിഞ്ഞുപോയ ഭാരതന്മാരാണ്. അവരും നമ്മളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ആ ആളുകളോടാണ് നമ്മൾ സങ്കടം പറയുന്നത്. അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്രവൃത്തി ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല, അത് നൂഹ് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബിയുടെ തൗഹീദ് പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ ആ നാട്ടിലെ ജനങ്ങൾ ശ്രമിച്ചു എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ, നിങ്ങൾ നോക്കൂ, ഞാൻ ഒറ്റ വാചകം കൂടി പറയാം. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, 2 പ്രവാചകന്മാർ. ആ 2 പ്രവാചകന്മാർ നിരന്തരമായി ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിച്ച് കൃത്യമായ വിശ്വാസം പകർന്നുകൊടുത്ത് തൗഹീദിൽ ഊട്ടിയുറപ്പിച്ച ഒരു സമൂഹം. ആ സമൂഹത്തെ തെറ്റിക്കാൻ ഒരു സംഘം വേണ്ടി വന്നില്ല. ഒരു സംഘം വേണ്ടി വന്നില്ല. വേണ്ടി വന്നത് ഒരേ ഒരൊറ്റ മനുഷ്യൻ. ഒരു വലിയ സംഘത്തെ നശിപ്പിക്കാൻ, ഒരു വലിയ സംഘത്തെ തൗഹീദിന്റെ ഭാഗത്ത് നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുത്തത് ഒരൊറ്റ മനുഷ്യൻ. അയാളുടെ പേര് സാമിരി എന്നായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് ആ വാചകം. എന്തേ ചെയ്തു? ഒറ്റ കാര്യം മാത്രം. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭാവം മുതലെടുത്തുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങി അതിനൊരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനൊരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ, അതിൻ്റെ വിശദാംശങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി മറ്റുള്ളവർക്ക് തോന്നാവുന്ന തരത്തിൽ അതിനെ പ്രതിഷ്ഠിച്ചപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഇതാണ് മൂസ പോയിട്ടുള്ള ഇലാഹിന്റെ പ്രത്യേകത. ഈ അത്ഭുതത്തിന്റെ മുന്നിൽ അവർ വീണുപോയി. ആ വീണുപോയ ആളുകൾ പശുക്കുട്ടിയെ ആരാധിക്കുന്ന വലിയ ദുരന്തത്തിലേക്ക് വീണുപോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഏതാ ഈ സമൂഹം? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തർബിയത്ത് ചെയ്ത സമൂഹം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹം. മൂസ നബി പോയപ്പോഴും ഹാറൂൻ നബി നേതാവായിട്ടുണ്ട്. ഈ സമൂഹമാണ് കേവലം ഒരു മനുഷ്യന്റെ ദുർന്യായങ്ങൾക്ക് മുന്നിൽ വീണടിഞ്ഞു പോയി ഒരു പശുക്കുട്ടിയുടെ മുന്നിൽ ഇബാദത്തെടുക്കാൻ മാത്രം അധപ്പതിച്ചു പോകുന്ന ദാരുണമായൊരവസ്ഥ നമ്മൾ കാണുകയാണ്. മൂസാ നബിക്ക് സഹിച്ചില്ല എന്നാണ്. മൂസാ നബി തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കാൻ തർബിയത്ത് കൊടുത്ത് ക്ലിയറാക്കി കൊണ്ടുവന്നൊരു സമൂഹം അതാ പശുക്കുട്ടി ആരാധിക്കുന്ന വല്ലാത്ത പ്രയാസം. നേരെ പോയത് ഹാറൂൻ നബിയുടെ മുന്നിലേക്കാണ്. തൻ്റെ കയ്യിലിരുന്ന തൗറാത്തിന്റെ ഫലകങ്ങൾ ഇട്ടുകളഞ്ഞു, ഇട്ടുകളഞ്ഞു. എന്നിട്ട് നേരെ ചെന്നു ഹാറൂൻ നബിയുടെ താടിയും മുടിയും ചേർത്ത് പിടിച്ചു വലിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഏ ഹാറൂൻ, എന്തായി സംഭവിച്ചത്? ഈ സമൂഹം എങ്ങനെയാണ് അബദ്ധത്തിലേക്ക് വീണുപോയത്? നീ എന്തെടുക്കുകയായിരുന്നു ഇവിടെ? നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാവുകയാണ്. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ താടിയും മുടിക്കും പിടിച്ചു നിങ്ങൾ വലിക്കരുതേ. ആളുകളുടെ മുന്നിൽ എന്നെ അപമാനിതനാക്കല്ലേ. ഇവർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട് തടയാൻ. ഞാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇവർ കൂട്ടം കൂടി എന്നെ ആക്രമിക്കാൻ വന്നു. വഖാദൂ യഖ്തുലൂനനീ, അവരെന്നെ കൊല്ലാൻ അടുത്തിരുന്നു മൂസാ. ഓ സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ്
പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൻ്റെ അത്ഭുതങ്ങൾ നേർക്കണ്ണുകൊണ്ട് കണ്ട ഒരു സമൂഹം. കേവലം സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുതിയൊരാശയം കൊണ്ടുവന്ന് അയാൾ അവിടെ കൊണ്ടുവന്ന് തരികിട കാണിച്ചപ്പോഴേക്ക് തൗഹീദ് തകർന്നു പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. പിശാചു വല്ലാതെ പണിയെടുക്കുന്നു. ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയോ? മുഅ്മിനുകളായ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നിരന്തരം ജാഗരൂകമാകേണ്ടതുണ്ട്. പ്രവാചകന്മാർ പരിശീലിപ്പിച്ച സമൂഹം തന്നെ, ആ പ്രവാചകന്മാരുടെ ജീവിതകാലത്ത് തന്നെ ആ തൗഹീദിൽ നിന്ന് അടർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സുകളിലേക്ക് ശിർക്കിന്റെ ലാഞ്ചന പോലും കടന്നു വരാതിരിക്കാൻ തൗഹീദിന്റെ കാര്യത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയാൻ, ഓരോ സന്ദർഭത്തെക്കുറിച്ചും കൃത്യമായി അപഗ്രഥിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ആശയത്തിന് വിരുദ്ധമായി വരുന്നത് എന്തുണ്ടോ ആ വരുന്ന വിഷയത്തെ മാറ്റിവെക്കാനുള്ള കരുത്ത് നേടിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ ശിർക്കിന്റെ തീരാക്കയത്തിൽ വീണുപോകും. രക്ഷപ്പെടാൻ കഴിയാതെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് KJയുടെ 100ാം വാർഷികം പ്രഖ്യാപിച്ചപ്പോൾ അതിനെന്ത് തലവാചകം കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ രണ്ടാമതൊരു സംശയത്തിന് ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ കേരളത്തുൽ മുജാഹിദീൻ എന്ന ഈ മഹാസംഘം, മുവഹിദുകളായ നാം ലോകത്തോട് വിളിച്ചു പറയുന്ന രണ്ട് ആശയമുണ്ട്. അതൊന്ന് തൗഹീദാണ്, മറ്റൊന്ന് സുന്നത്താണ്. തൗഹീദും സുന്നത്തുമാണ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതും വിശകലനത്തിന് വിധേയമാക്കപ്പെടേണ്ടതും അത് തന്നെയാണെന്ന തീരുമാനം KJയുടെ പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്നത് ഈ വിഷയം ഗൗരവതരമായി സമൂഹത്തെ പഠിപ്പിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ കാണാം, നമ്മുടെ സമൂഹത്തിലെ ഒരു വിശാലമായൊരു സമൂഹം, അവരതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ ലോകം നിയന്ത്രിക്കുന്നത്, അതല്ല വേറെ ആരെങ്കിലുമാണോ എന്ന ഒരു വലിയ ചർച്ച നടത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടില്ലേ? ഹലോ, കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങോട്ടും ചോദിക്കേണ്ടവരും കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒറ്റൊരു പ്രസംഗം അങ്ങോട്ട് നടത്തിപ്പോന്ന ഒരു മടി എനിക്ക്. ഞാൻ ശരിക്കൊന്ന് ക്ലാസ് എടുക്കണം ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ശരിക്കും പഠിക്കലാണ്. ഓരോന്നും A to Z കൃത്യമായി പഠിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിലൊരു ചർച്ച ഇല്ലേ? എന്നാ ചർച്ച? ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണോ, അതല്ല കോഴിക്കോട്ട് ജനിച്ചു വളർന്ന മരിച്ചുപോയ ഒരു മനുഷ്യനാണോ? ചർച്ചയാണ് ഈ സമൂഹത്തിൽ. ഏത് സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമൂഹം തന്നെ ചർച്ച ചെയ്യുന്ന, അത് സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരമായി വരുന്നത് ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റുബൂബിയ്യത്തിന്റെ ഏറ്റവും ശക്തമായ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? റുബൂബിയ്യത്തിന്റെ അഥവാ തൗഹീദുർ റുബൂബിയ്യത്തിന്റെ ഏറ്റവും ശക്തമായ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓർമ്മണ്ട? നിങ്ങൾ മുണ്ടാത്ത്? തൗഹീദുർ റുബൂബിയ്യത്തിന്റെ 3 ഘടകങ്ങൾ എന്താ നമ്മൾ പറയാ? 3 എണ്ണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട്. എന്താണ്? ഖൽഖ്, റിസ്ഖ്, തദ്ബീർ. തൗഹീദുർ റുബൂബിയ്യത്തിന്റെ ശക്തമായ 3 ഭാഗങ്ങൾ. ഒന്ന് ഖൽഖ്, മറ്റൊന്ന് റിസ്ഖ്, മറ്റൊന്ന് തദ്ബീർ. എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യം. ഉപജീവനം കൊടുക്കുക അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം. എല്ലാത്തിനെയും വ്യവസ്ഥ നിർണയിച്ച് ചിട്ടപ്പെടുത്തുക, നിയന്ത്രിക്കുക അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. ഈ 3 ഘടകങ്ങൾ അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. വേറൊരാൾക്ക് അത് ഉണ്ടാവുകയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അല്ല അള്ളാഹ് കൊടുത്താൽ ഉണ്ടാവൂലേ?
അല്ല കൊടുത്താലുണ്ടാവൂലേ? ഇപ്പൊ രസം എന്താന്ന് വെച്ചാൽ പിന്നെ ചർച്ച ഇങ്ങനെ മാറി മാറി വരികയാണ്. അതിൽ അള്ളാഹു ഒരു സൃഷ്ടിക്ക് അങ്ങനെ ചെയ്യാനുള്ള കഴിവ് കൊടുത്താൽ ആ കഴിവിൽ നിന്ന് ചോദിച്ചൂടെ എന്ന ചിന്ത പലർക്കും ഉണ്ടായി തുടങ്ങിയിപ്പോ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സമസ്തക്കാരായി പറയപ്പെടുന്ന അഹ്ലുൽ ബിദ്അയുടെ ആളുകൾ, അവർ അഹ്ലുൽ ബിദ്അയാണെന്നത് സംശയമില്ല, സമസ്തക്കാരാണവർ. അവർ യഥാർത്ഥത്തിൽ ഒരു പുതിയ മതത്തിൻ്റെ ആളുകളാണ്. പരിശുദ്ധ ഇസ്ലാമുമായി എവിടൊക്കെയോ ചെറിയ ചെറിയ ബന്ധമുള്ള ഒരു പുതിയ മതം. ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അതിൻ്റെ A to Z വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിൻ്റെ അടിസ്ഥാന ആശയം തന്നെ ഏത് കാര്യങ്ങളും അല്ല കൊടുത്താൽ ഒരടിമക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയില്ലേ, അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹു ഒരിക്കലും ഒരടിമക്ക് കൊടുക്കില്ല. കൊടുക്കോ? കൊടുക്കോ? ഹലോ, കൊടുക്കോ? നിങ്ങളും ഉണ്ടാത്ത് കൊടുക്കോ? ആ ഇരിക്കുന്ന ബോട്ടിൽ അതിലെത്ര വെള്ളം കൊള്ളും? എത്ര വെള്ളമാണത്? 100 150 ഗ്രാം അല്ലേ മില്ലി വെള്ളം ഉണ്ടാകുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. എന്ത് വേണം? ആ പാത്രം 1 ലിറ്ററിൻ്റെതാവണം, അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ മേലെയുള്ളതാവണം. ഇവിടെ അള്ളാഹുവിൻ്റെ കഴിവ് മനുഷ്യന് കിട്ടുന്നു എന്ന് വലിയ അബദ്ധം. അള്ളാഹുവിൻ്റെ കഴിവ് ഒരു സൃഷ്ടിക്ക് കിട്ടുന്നു എന്ന് മഹാബദ്ധം. അല്ല പറഞ്ഞെന്താ? കൊടുക്കൂലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രം പ്രത്യേകതയായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതാണ് 112-ാമത്തെ അധ്യായം. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. അല്ലാഹ് പറഞ്ഞത് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ്. അവനെ പോലെ ഒരാൾ, അവന് തുല്യമായി ഒരാളും ഇല്ല എന്നാണ്. അള്ളാന്റെ കഴിവ് ഒരാൾക്ക് കൊടുത്താൽ അയാളും അള്ളയും ഒരുപോലെ ആകുമോ? രണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ കഴിവ് ഒരാൾക്ക് കൊടുത്ത് നോക്കാം, എന്നാ അയാളും അള്ളയും ആ വിഷയത്തിൽ തുല്യല്ലേ? അപ്പൊ ഒരാൾ പറഞ്ഞു അതെങ്ങനെ തുല്യാകും? അത് കൊടുത്ത കഴിവല്ലേ? കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കിട്ടിയില്ലേ? കിട്ടിയതെന്താ? അള്ളാന്റെ കഴിവാണ്. അള്ളാന്റെ കഴിവ് കിട്ടിയാൽ ആ കഴിവിന്റെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതൊക്കെ അയാൾക്കുണ്ടാവും. എന്നാൽ ഇവിടെ ഇത് ഭാഗികമായി സമ്മതിക്കാൻ തയ്യാറല്ല. ജനങ്ങളെ മുന്നിൽ ഇത് പറയുകയും വേണം, എന്നാൽ സമ്മതിക്കാൻ തയ്യാറുമല്ല. എന്നാൽ ഇടയ്ക്കൊക്കെ പറയും അവർ അള്ളന്നെയാണ്, സംശയമൊന്നും വേണ്ട, അള്ളന്നെയാണ്, അവരള്ളന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ 2 ഉദാഹരണം പെട്ടെന്ന് പറയാം. എൻ്റെ സമയം 1 മണി വരെയാണ് ഏകദേശം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തീർക്കാം സമയത്തിനിടയിൽ. നിങ്ങൾ നോക്ക്, 2 ഉദാഹരണം ഞാൻ പറയാം പെട്ടെന്ന്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഖാലി മുഹമ്മദ് എഴുതിയ ഒരു മുഹിയുദ്ദീൻ മാല ഉണ്ട്. മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഷെയ്ഖിനെ കുറിച്ച്. എന്താ? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാവു തീരം നൽകും ഞാനെന്നോവർ. എവിടെ നിന്ന് വിളിച്ചാലും വായ കൂടുന്നതിനും ഉത്തരം നൽകും. ഈ മുഹിയുദ്ദീൻ മാലയുടെ വാക്കെഴുതിക്കൊണ്ട് കേരളത്തിൽ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹം എഴുതിയത്, ഒരാൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കും, അള്ളാഹിനെ വിളിച്ചാൽ മുഹിയുദ്ദീൻ ശൈഖും വിളി കേൾക്കും. കാരണം എന്താ? ഇത് രണ്ടും രണ്ടല്ല,
രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? തദ്ബീർ, ലോകം നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറുൽ ആലം എന്ന് CM മടവൂരിനെ വിളിച്ച ആളുകൾ അന്തം വിട്ട് വിളിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതവരുടെ വിശ്വാസത്തിൻ്റെ, ആ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണത്. അവിടെ അല്ല ഒന്നല്ല, ധാരാളമുണ്ട്. ഒരല്ലല്ല, ധാരാളം അല്ലമാരുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഫരീദ് ബാബ ഈരാറ്റുപേട്ട എന്ന് പറയപ്പെടുന്ന ഒരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖിന് അദ്ദേഹത്തിൻ്റെ തരീഖത്തിൻ്റെ പേര് പിന്നെ ഒരു തരീഖത്തുകാരനായാണ് അയാൾ. ആ തരീഖത്തിൻ്റെ ഷെയ്ഖായ അദ്ദേഹം പറയാണ്, ആദി ഒളിവായി അത് താൻ വെളിവായി, അത് തന്നെ ആദമായി വന്ന് ലോഹൂറായി, അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന് പൂർത്തീകരിക്കാത്തതിൻ പിൻവെളിവായി പെരുത്ത് ലോഹോറാത്തുകൾ വലിമാരായി. ആദ്യ അള്ളാഹു ഒളിവായിരുന്നു, പിന്നത് വെളിവായി, പിന്നത് ആദമായി, പിന്നെ വലിയും നബിമാരും ഒക്കെയായി വന്ന് അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബി അല്ലാഹ് തന്നെയാണ്. ഇതാണ് അവരുടെ മതത്തിൻ്റെ അടിത്തറ. ഇത് അറിഞ്ഞോ അറിയാതെ ഒന്നല്ല, വളരെ കണിശമായി രേഖപ്പെടുത്തി വെച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ധാരാളം ആളുകൾ ഈ കെണിയിൽ വീണു പോയിട്ടുണ്ട്. അല്ല കൊടുത്താൽ കിട്ടൂലേ? അല്ല ഒരു സിട്ടിക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവിൽ നിന്ന് ചോദിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ, ആ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നൊരു വാചകമുണ്ട്. ഖൽഖിന്റെയും റിസ്ഖിന്റെയും തദ്ബീറിന്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. അവനല്ലാതെ ഒരാൾക്കും അത് സാധ്യമല്ല. ലോകത്തെ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആകാശം റബ്ബിൻ്റെ സൃഷ്ടിയാണ്, ഭൂമി റബ്ബിൻ്റെ സൃഷ്ടിയാണ്, ഭൂമിയിലെ സകലമാന ചരാചരങ്ങളും റബ്ബിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം റബ്ബ് സൃഷ്ടിച്ചതാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. റബ്ബിന് പുറമെയുള്ളവർ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരാമോ? നിങ്ങളൊന്ന് കാണിച്ചു തരുമോ എന്ന് റബ്ബ് ചോദിക്കുകയാണ്. ഇല്ല. നമ്മൾ തിന്നുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ശൈഖോ ഏതെങ്കിലും വലിയോ ഏതെങ്കിലും ജിന്നോ ഏതെങ്കിലും മലക്കോ ഉണ്ടാക്കിയതാണോ? അത് പറയും, ആണോ? എന്തെങ്കിലും നിങ്ങൾ തിന്നുന്ന എന്തെങ്കിലും ഒന്ന് പറ. ഇവിടെ ഉണ്ടാക്കി വെച്ച വസ്തുക്കളെല്ലാം, അല്ലെങ്കിൽ പറയട്ടെ, അത് ജിന്നുണ്ടാക്കി തന്നാണ് ഈ മരം, ഞമ്മക്ക് ഉപജീവനത്തിന്, ഞമ്മക്ക് ജിന്നിൻ്റെ സഹായം കിട്ടാൻ വേണ്ടി ആണോ? അല്ലെങ്കിൽ ഇത് മലക്കുണ്ടാക്കി തന്നതാണ്, അല്ലെങ്കിൽ ഇത് ഷെയ്ഖുണ്ടാക്കിയതാണ്. ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന CM മടവൂരെന്ന ആ മാനസിക രോഗിയായ മനുഷ്യൻ, അയാളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അയാൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ നിയന്ത്രിക്കാൻ? അയാളെ ഉടമസ്ഥയിൽ എന്തെങ്കിലും വേണ്ടേ? എന്താണ് ഈ സമൂഹം മനസ്സിലാക്കാത്തത്? അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫമൻ യുദബ്ബിറുൽ അംറ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാരാ? എല്ലാ കാര്യങ്ങളെയും വ്യവസ്ഥപ്പെടുത്തി ചിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്നവൻ ആരാ? അല്ലാഹു അല്ലാതെ ഒരാൾക്കും അതിൽ പങ്കില്ല. ഇനി ഒരു കാര്യം പറയട്ടെ. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ടൊരു വാക്യത, അന്തസലാം ഇംഗസലാക്ക് കഴിഞ്ഞിട്ട് എന്താ? ഹലോ, എന്താണ്? പോരട്ടെ, അതാണ്
നിങ്ങളിങ്ങനെ മുണ്ടാതിരുന്നാലേ സുഖം ഉണ്ടാവില്ല. എന്നാ പറയാ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത്. അല്ലാഹുവേ, നീ കൊടുത്തത് തടയാൻ പറ്റുന്നവനില്ല, നീ തടഞ്ഞത് കൊടുക്കാൻ പറ്റുന്നവനുമില്ല, നീ വിധിച്ചതിനെ തട്ടിമാറ്റാൻ പറ്റുന്നവനുമില്ല. അല്ലാ, ഒരു നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ്, അല്ല 5 നേരവും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ, നീ കൊടുത്തത് തടയാൻ പറ്റുന്നവനില്ല, നീ തടഞ്ഞത് കൊടുക്കാൻ പറ്റുന്നവനുമില്ല, നീ ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ തട്ടിമാറ്റാൻ കഴിവുള്ളവനുമില്ല. ഇനി പറ, ആർക്കത് കഴിയാം? ആർക്കത് കഴിയാം? ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് മുവഹിദുകളോട് നിരന്തരം പറയാൻ പറഞ്ഞു, രാവിലെ വൈകുന്നേരം 7 പ്രാവശ്യം. എന്താ? രാവിലെ വൈകുന്നേരം 7 പ്രാവശ്യം പറയണം. എന്ത്? അല്ല, ഇവർ ഈ ചാത്തല്ലൂരിലെ ആളുകൾ ഇതൊന്നും ശീലമില്ലാത്തവരാണോ? അല്ലേ? എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞു തരാം. അത് ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോകലുള്ളത്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ലല്ലേ? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ അതുണ്ടാവില്ല. ശരി, ഞാൻ തന്നെ പറയാം. രാവിലെയും 7 പ്രാവശ്യം, വൈകുന്നേരവും 7 പ്രാവശ്യം. എന്താ പറയേണ്ടത്? സൂറത്ത് തൗബയുടെ അവസാന ഭാഗം, ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7 പ്രാവശ്യം പറയാൽ, വൈകുന്നേരവും ആവർത്തിക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതിയായവനാണ്, എനിക്ക് അല്ലാത്ത ഒരാളുടെയും ആവശ്യമില്ല. എൻ്റെ റബ്ബനോട് കൽപ്പിച്ച പ്രകാരം മനുഷ്യന്മാരോട് ആവശ്യമുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കഴിവിൽപ്പെട്ടത് പരസ്പരം ചോദിക്കുക എന്നതല്ലാതെ, എനിക്കതിന് പുറമെ എൻ്റെ റബ്ബല്ലാതെ ഒരു മലക്കിനെയും എനിക്ക് വേണ്ട, ഒരു ജിന്നിനെയും എനിക്ക് വേണ്ട, അത് മുസ്ലിം ജിന്നിനെയും വേണ്ട, അത് പുഴക്കരയിലും എനിക്ക് വേണ്ട, അത് മരുഭൂമിയിലും എനിക്ക് വേണ്ട. എനിക്കെൻ്റെ റബ്ബ് മതിയായവനാണ്. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹരില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബാണ്. ഇത് പറയാതെ ഒരു ദിവസം വിശ്വാസിക്ക് കടന്നു പോകുന്നില്ല. എൻ്റെ കൽബിൽ എൻ്റെ റബ്ബല്ലാതെ വേറെ ഒന്നിനെയും ചേർത്തു വെക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ റബ്ബ് തരാത്തത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ നൽകിയത് എൻ്റെ റബ്ബാണ്, എന്നെ വളർത്തിയത് എൻ്റെ റബ്ബാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചോദിച്ചതുപോലെ, ഏ മനുഷ്യാ, മൻ അത്അമക വഅന്ത തിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക, നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുമ്പോൾ ആരാണോ നിനക്ക് ഉപജീവനം തന്നവൻ, ആരാണ് നിനക്ക് ഭക്ഷണം തന്നവനെന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ അർത്ഥപൂർണമാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ എന്നെ സംവിധാനിച്ച് എനിക്ക് ഉപജീവനം നൽകിയത് എൻ്റെ റബ്ബാണ്. ഞാൻ പുറത്തു വന്നപ്പോൾ ഒന്നും ഭൂമിയിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിലല്ലാത്തപ്പോൾ മാതാവിൻ്റെ മാറിടത്തിൽ അമ്മിഞ്ഞ പാല് എനിക്ക് വേണ്ടി സംവിധാനിച്ചവൻ എൻ്റെ റബ്ബാണ്. ഞാൻ തിന്നാൻ തുടങ്ങുമ്പോഴും കുടിക്കാൻ തുടങ്ങുമ്പോഴും വേണ്ടതെല്ലാം ഇവിടെ സംവിധാനിച്ചു വെച്ചവൻ അവനാണ്. അവനല്ലാതെ ഒരാൾക്കും അതിൽ പങ്കില്ല. അതുകൊണ്ട് ആ റബ്ബില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. ആ റബ്ബിനോട് പങ്കു ചേർക്കപ്പെടുന്ന ഒരാശയവും എനിക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്.
പ്രഖ്യാപനം ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് തതി, ഈ പ്രഖ്യാപനം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഹാലറാണോ ഹയ്യാണോ ഖാദിറാണോ ചർച്ച നമുക്കില്ല, ചർച്ച നമുക്ക് ഉണ്ടാവില്ല. അതിൽ കൊടുത്താൽ കിട്ടൂലേ, അതിന് സിട്ടിക്ക് കഴിവ് കൊടുത്തിട്ടില്ലേ, ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല. കൊടുത്തോ കൊടുത്തില്ല നമുക്ക് വിഷയമല്ല. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അവിടെ റബ്ബല്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. കാരണം എൻ്റെ റബ്ബ് തരാത്തതൊന്നും തരാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഏത് സ്ഥലത്ത് കുടുങ്ങിയാലും അവിടെ രക്ഷപ്പെടുത്താൻ എൻ്റെ റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്ന എനിക്ക് പിന്നെ രണ്ടാമതൊരു ചോയ്സ് എന്താണ്? രണ്ടാമതൊരു ചോയ്സ് എന്താണ്? അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ശിഫുസ് സൂ വയജഅലകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ് അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ. ഒരു മനുഷ്യൻ വിളിച്ചാലെന്നല്ല, വലിയ പ്രതിസന്ധിയിൽ വീണുപോയവൻ, ഏതെങ്കിലും അപകടത്തിൽ പെട്ടുപോയവൻ, ഗതി മുട്ടിപ്പോയവൻ വിളിച്ചാൽ ആ പ്രയാസം നീക്കിക്കൊടുക്കാൻ കഴിവുള്ളവൻ, ആ ദുആ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ, അവന്റെ സഹായത്തിന്റെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ അല്ലാഹു അല്ലാതെ വേറെ ആരാധനങ്ങളെ നിങ്ങൾക്കുള്ളത്? എത്ര ഭംഗിയായ പ്രയോഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സഹോദരങ്ങളെ, ഇതാണ്, ഇത് മതി, ഈ ചർച്ചക്കപ്പുറത്തേക്ക് പോകരുതേ, പോയ അപകടം. ഏതുപോലെ നമ്മൾ പറഞ്ഞ സമസ്തക്കാരൻ പോയി വീണ് അബദ്ധത്തിലേക്ക് ചാടിയതുപോലെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു അവസാനം അതിലേക്ക് വീണുപോകും, അതിലെത്തും. പലപ്പോഴും ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വരെ പറയേണ്ട ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇത്രയും ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ പ്രാധാന്യം ചെറുതല്ല. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഈ പറഞ്ഞ ഭാഗത്തിനപ്പുറത്തേക്ക് നീങ്ങിയാൽ സുബ്ഹാനല്ലാഹ് തടുക്കണം. അപ്പോൾ ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ ഇത് തൗഹീദിന്റെ പ്രാധാന്യം പറയുന്നറിയോ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു സംഭവം കൂടി ഞാൻ പറയാം. റുബയ്യന്റെ വീട്ടിലെ കല്യാണത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ വരികയാണ്. റുബയ്യന്റെ വീട്ടിലെ കല്യാണം. ആ കല്യാണത്തിൻ്റെ ദിവസം അവിടെ കല്യാണ വീട്ടിൽ ചെറിയ കുട്ടികൾ ഇങ്ങനെ ദഫടിച്ചു പാട്ടുപാടുന്നുണ്ട്. കുഞ്ഞുമക്കൾക്ക് അനുവദനീയാട്ടോ. ഇപ്പം നമ്മളെ കുഞ്ഞുമക്കളൊക്കെ അങ്ങോട്ട് പോയില്ലേ? ഈ കാണുന്ന ആ മോളെ നോക്കിയാണ്. അതിനെയാണ് ജുവൈരിയാത്ത് എന്ന് അറബി. ഇടപെടുകയും വേണം. ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഈ സംഘം ഇപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് ശക്തമായി പ്രോജ്വല പ്രഭയിൽ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തൗഹീദിന്റെ ശക്തമായ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും അതിൽ കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ചെറിയ കാര്യം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധമല്ല എന്നതുകൊണ്ടാണ്. ശക്തമായി പറയുന്നു, ഇല്ല, പ്രപഞ്ചനാഥനായ റബ്ബിന്റെ വഹ്ദാനിയത്തിൽ മായം കലർത്തപ്പെടുന്നത് അപകടത്തിലേക്കാണ്. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഭയല്ല, അല്ല. നിങ്ങൾ ആരെങ്കിലും പേടിക്കോ? നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? ഉണ്ടാ? ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്ന് വെച്ചിട്ട് അതിലെ പേടിക്കണവരല്ലേ നമ്മൾ? ഐക്കല്ലിനെ പേടിയുണ്ടോ? ഇങ്ങോട്ട് ഐക്കല്ലിനെ പേടിയുണ്ടോ? ഒരു കണ്ടിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു.
ഈ കയ്യിലുമ കെട്ടിങ്ങനെ ഒരു കുന്തം, അത് അറിയന്നല്ല പാവങ്ങൾ. അല്ല, ഈ ഇരിക്കണമൊക്കെ ഈ മുജാഹിദിൽ ജനിച്ചു വളർന്നല്ലേ, കൺവെർട്ടഡ് ഇല്ല, എന്നെ പോലെ കൺവെർട്ടഡ് ആയിട്ട് ആളില്ല. അല്ല, ഉണ്ടാവൂലേ? പുറത്തുനിന്നൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഉണ്ടാവൂലേ? ഒക്കെ ഉണ്ടാവും. അവർക്കറിയാം ചിലപ്പോൾ ഈ സംഗതി എന്താണെന്ന്. ഞാൻ പറയാണ്, ആളുകൾക്ക് ഒരു കുപ്പിമ്മലിങ്ങനെ തകട് എഴുതിയിട്ട് എവിടെയെങ്കിലും ഇട്ട് അത് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ പേടി. അല്ല, ഇജ്ജെടുത്താളി, ഇജ്ജെടുത്തോ. അല്ല, എന്താ എടുത്ത കുഴപ്പം? അല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. നീ നമ്മളിപ്പോ ഒന്നിനെയും ഇതാക്കണ്ടല്ലോ. എങ്ങനെ? അത് ശരിയോ തെറ്റോ എന്തായിക്കോട്ടെ, നമ്മൾ തുറന്നോളി. അപ്പൊ എന്താ കാര്യം? എന്തോ ഒരു സംഗതി അല്ലേ, എന്തോ ഒരു ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം. എന്താ ഇതുമ്മൽ എന്തുണ്ടോന്ന്? ഒരു കുന്തല്ല, ഒരു കുന്തല്ലാന്ന് ഞാൻ അങ്ങനെ പറയണല്ല കേട്ടോ. കുറെ കൊല്ലക്കാലം ഇപ്പണി എടുത്ത ആളാണ് ഞാൻ. ഏത്? ഈ ഐക്കല്ലെഴുതുക, ഉറുക്കെഴുതുക, മറ്റെഴുതുക, ഇപ്പണിയൊക്കെ എടുത്തതാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിലൊന്നുമില്ല. അത് ജനങ്ങളെ പൊട്ടീസാക്കൽ പരിപാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലുള്ളത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എനിക്ക് ഖൈറും ശർറും തീരുമാനിക്കുന്നവൻ. ഞാൻ എന്തിനെ പേടിക്കണം? അങ്ങോട്ട് തട്ടും. മനസ്സിലായില്ലേ? ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു പേടിയൊന്നും നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കയ്യിരിക്കണ കുപ്പി എൻ്റെ മോന്തൊക്കെ വന്ന് വീണെന്നിരിക്കും. നിങ്ങൾ വെറുതെ അങ്ങോട്ട് എറിഞ്ഞായിക്കാരം. എൻ്റെ മോന്തൊക്കെ തട്ടണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന്തൊക്കെ വന്ന് തട്ടും. അതിന് ഞങ്ങളെ കൈ കുപ്പി ഇരിക്കണപ്പോൾ ഞാൻ അങ്ങനെ ബേജാറായി എടുക്കാം. അങ്ങനെ ഓല എറിഞ്ഞാൽ അതെങ്ങാനും പറഞ്ഞിൻ്റെ നെറ്റുമ തട്ടിയ ഉണ്ടാവില്ല. ഞാൻ മുവഹിദാണ്. ഞാൻ അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ച് അവരിലേക്ക് സർവ്വതും സമർപ്പിച്ചയാളാണ്. അതുകൊണ്ട് എനിക്കതിനെ പേടിയില്ല. മനസ്സിലായോ? പിന്നെ ചില സംഗതികൾ ചെയ്യാല്ല ആളുകൾ, മുട്ടമ്മല എഴുതി അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ. അതൊന്നല്ല. ഒരു കാര്യമില്ല, ഒരു കുന്തം ചെയ്യാൻ കഴിയൂല. എത്ര ക്ലിയർ ആണെന്നറിയോ? കാരണം എന്താ? അതെന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്താണ്, അതിൽ എഴുതേണ്ടത് എന്താണ്, അതിൽ എത്ര കളം വരക്കണം, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അതിലൊന്നുമില്ല. പേടിക്കണ്ട. അങ്ങനത്തെ ഒരു സാധനത്തെ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. റബ്ബിനെ മാത്രം പഠിക്കുക, അവനിലേക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏത് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നോ റബ്ബിന്റെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും. ഇനി ഞങ്ങളോട് പറയട്ടെ, പുരുഷന്മാരെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ പറയുന്ന കോലത്തിൽ പറയുന്നവരാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ടോ ഞാൻ ഈ തൗഹീദിന്റെ ഏറ്റവും ചെറിയ സംഗതികൾ പോലും ഇങ്ങനെ വെക്കാൻ. നിങ്ങൾ എവിടെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോൾ നല്ല വിലപിടിപ്പുള്ള ഒരു ഗ്ലാസ് ബൗൾ മേടിച്ചുകൊണ്ടൊന്ന് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു. അത് അവിടെ കേട്ടാ അത്യാവശ്യത്തിനൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയുള്ള സാധനമാണ്, വിലപിടിപ്പുള്ള സാധനമാണ്. അങ്ങനെ കൊണ്ടുവന്നു. ഒരു 3-4 കൊല്ലായി അങ്ങനെ കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, രാവിലെ നോക്കുമ്പോ അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം. അപ്പണ്ട് കാക്ക ഓടി അടുക്കളയിലേക്ക് എത്തി. അപ്പൊ കാണുന്നത് ഞാൻ ആ പൈസ കൊടുത്ത് മേടിച്ചോണ്ട് വന്ന ബൗളിതാ പൊട്ടിക്കിടക്കുന്നു. അല്ലേ? അപ്പൊ എന്തായിരിക്കും കാക്ക ഉണ്ടാകുക? അപ്പൊ നിങ്ങൾക്ക് മൂപ്പരിങ്ങനെ കണ്ട് പറക്കാൻ തുടങ്ങും. എന്താ കാണിച്ചു ഇത്, ഇതങ്ങനെ പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ബോളുണ്ടാക്കും. അപ്പോ അല്പം മുവഹിദായ പെണ്ണാണെങ്കിൽ അവള് പറയും, നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറാവണ്? ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ കൊണ്ടു തന്നതാ? എത്ര കാലമായി കൊണ്ടുവന്നിട്ട്? 4 കൊല്ലം. ഈ 4 കൊല്ലം ഈ സാധനം ഉപയോഗിച്ചത് ഞാനോ അതല്ല നിങ്ങളോ? ഇജ്ജ് തന്നെയാണ്. എന്നിട്ട് ഈ 4 കൊല്ലം അത് പൊട്ടിക്കണോ? ഇല്ല. പിന്നെന്താ എപ്പോ പൊട്ടിയത്? അതിന്റെ ലികുല്ലി ശൈഇൻ അജലുൻ മുസമ്മ, എല്ലാ വസ്തുവിനും അതിൻ്റെതായ ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ അത് പോകും. പെണ്ണുങ്ങൾ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചതാണെങ്കിൽ കുറ്റക്കാരിയാണ്. എടുത്തപ്പോ വീണ പൊട്ടിയ പ്രശ്നമില്ല. മുണ്ടിപ്പോകരുത്. എന്തുകൊണ്ട്?
അല്ല നമ്മളോട് പറഞ്ഞതാ. അപ്പൊ പറയാ ഇച്ചത് സാധ്യത ഭംഗിയായിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അജത് ഒരു പ്രത്യേക രൂപത്തിൽ പിടിച്ചിരുന്നെങ്കിൽ, അജത് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ, അങ്ങനൊന്നും പറയണ്ട. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. ലൗ ഫഅൽതു കദാ ലകാന കദാ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്ന പ്രയോഗം നടത്തരുത്. കാരണം അത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് കവാടം തുറക്കലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പൊട്ടിയോ? അൽഹംദുലില്ലാ, പൊട്ടാൻ തീരുമാനിച്ച സമയമാണത്. റബ്ബതിന് വെച്ച സമയമാണ്. അത് നഷ്ടപ്പെടും. പാപ്പ മരിച്ചില്ലേ, ഉമ്മ മരിച്ചില്ലേ, മക്കൾ മരിക്കുന്നില്ലേ, കുടുംബക്കാർ മരിക്കുന്നില്ലേ, അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ? എന്തുകൊണ്ടാണ്? അത് തീരുമാനിച്ച സമയത്ത് നടക്കുമെന്നതുകൊണ്ടാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാനിന്റെ കരുത്ത് ശക്തമാക്കി വെക്കേണ്ടത്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഗൗരവതരമായ സമീപനം ഉണ്ടാവണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി അടുത്ത ഭാഗം എനിക്ക് പറയാനുള്ളത് സുന്നത്താണ്. എന്താണ് സുന്നത്ത് എന്ന് പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് പോലെ തന്നെ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ. അടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ്, അവൻ്റെ റസൂലാണ്. എനിക്ക് വഴികാട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അല്ലാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം കൃത്യമായിട്ട് ഉണ്ടാവണം. അതിനെന്ത് വേണമെന്നറിയോ? അതിനെന്ത് വേണം? സുന്നത്ത് എന്താന്ന് പഠിക്കണം. സുന്നത്ത് എന്താന്ന് പഠിക്കണം. മനസ്സിലായോ? നമ്മളെല്ലാവരും പറയലുണ്ട് സുന്നത്ത് സുന്നത്ത് സുന്നത്ത്. ഇന്നൊരു ആശയം സമൂഹത്തിനിടയിൽ ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. അത് വേറൊരു ടീമിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അതെന്താ? ഒരു സുന്നത്തല്ലേ അല്ലേ? എന്തിനപ്പ അത്ര? അതൊരു സുന്നത്തല്ലേ? ആരാണ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്? അതൊരു സുന്നത്തല്ലേ? ഇപ്പതാ ഇവിടെ വെള്ളം കുടിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാണ്, എന്തിനാ ഇജ്ജ് വെള്ളം കുടിച്ച് ഇടതിന് പലരും കുടിക്കും. അതൊക്കെ വലിയ കാര്യമാക്കണം, ആണ് കുടിച്ചെന്ന് വെച്ചാൽ എന്താ? കാരണം നമുക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന റിസാലത്തിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ നമ്മുടെ ഖൽബിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 2-3 ആയത്തുകൾ മാത്രം, കുറഞ്ഞ സമയമാണ് ഇനിയുള്ളത്, 2-3 ആയത്തുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, പരിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറ അൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആരാണ് നിങ്ങൾ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവിനെ നിരന്തരമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസിയാരോ, ആ വിശ്വാസിക്ക് അല്ലാഹുവിന്റെ തിരുദൂതരിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ഖുർആൻ. അപ്പൊ നമ്മളെ മാതൃക ആരാണ്? ഹലോ, നമ്മളെ മാതൃക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആണിനും പെണ്ണിനും ഒറ്റ മാതൃകയാ. ആണിനും മാതൃക, പെണ്ണിനും മാതൃക. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിഷയമുണ്ടോ അതിലൊക്കതാണ്. എന്ത് വിഷയം, ഏത് വിഷയത്തിൽ വേണോ, എന്ത് കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിലായോ, അവിടെ ഒരൊറ്റ വാക്കേ ഉള്ളൂ. അല്ലാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറ അൻ-നിസാ അതിൻ്റെ 59-ാമത്തെ വചനം. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂൽ
وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവീൻ, അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കുവീൻ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഇനി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തർക്കത്തിലായാൽ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ തർക്കത്തിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹ്, അത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണേ, വറസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിലേക്കും മടക്കണേ. അവിടെ കഴിഞ്ഞു. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഉത്തമം, അതാണ് നല്ല പര്യവസാനം. അള്ളാഹുവിൻ്റെ ഖുർആൻ നിങ്ങൾ ആലോചിച്ചു എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ് ഈ പറഞ്ഞത്? ഞാൻ അള്ളാഹിന്റെ കിതാബോട് ഒക്കെ കേട്ടോ, കാരണം പരിശുദ്ധ ഖുർആൻ അത് അവിടെ കണിശമാണ്, കൃത്യമാണ്, അതല്ലാത്ത വേറൊന്നില്ല. രണ്ടാമത്തെ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ. ഇന്നിങ്ങനെ ഇവിടുന്ന് അങ്ങട്ടാ, മുമ്പൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു. എന്നിട്ട് ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ പോണം, ഞങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നോണം. എന്താ, ഞാനിപ്പോ ഒരായത്തോതി, അങ്ങോട്ട് ഓതി, എന്നിട്ട് ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതി പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളിൽ ഒരാൾ ചോദിക്കാണ്, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നോണേ, ഇന്ന് കോലം മാറിയതിന്റെ കോലം പറയാണ് ഞാൻ. മുമ്പാണെങ്കിൽ ഒരായത്തോതി ഞാൻ അർത്ഥം പറഞ്ഞാൽ മുജാഹിദുകൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അറിയോ? മൗലവി നിങ്ങൾ ആയത്തെ അർത്ഥം പറഞ്ഞു ശരി തന്നെയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണോ അത് പഠിപ്പിച്ചത്? അപ്പൊ ഞാൻ പറയും അതെ. ഹദീസ് ഏതാ മൗലവി? സ്വഹാബത്ത് ഇങ്ങനെയാണോ ഈ ആയത്ത് മനസ്സിലാക്കിയത്? ഞാൻ പറയും അതെ. അങ്ങനെയല്ലേ ചോദിച്ചിരുന്ന മുമ്പ്? ഹലോ അല്ലേ? അങ്ങനല്ലേ ചോദിച്ചിരുന്നത്? അതെ. ഇന്നിപ്പോ എന്താണെന്നറിയോ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ ഉടനെ ചോദിക്കാൻ ഈ ആയത്തിൽ ഇമാം ഖുർത്തുബി എന്താ പറഞ്ഞത്, ഇബ്നു കസീർ എന്ത് പറഞ്ഞു, തൊബരി എന്ത് പറഞ്ഞു? ഈ ചോദ്യം ആരാടാ നിന്നെ പഠിപ്പിച്ചത്? ഈ ചോദ്യം ചോദിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചത്? ആരാണ്? ഇബ്നു കസീറും തൊബരിയും ഖുർത്തുബിയും ഒക്കെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാര് മാത്രമാണ്. അവർ പറയുന്ന ആശയത്തെ പ്രവാചകന്റെ ഹദീസിനും പരിശുദ്ധ ഖുർആനിനും അനുയോജ്യമാണെങ്കിൽ മാത്രം സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത്രേ ഉള്ളൂ അവർക്ക് സ്ഥാനം. പക്ഷെ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ആരെയാണ്? ചോദിക്കേണ്ടത് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞു, ചോദിക്കേണ്ടത് സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കിയെന്നാണ്. ഇങ്ങനെയാണ് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാർ കൃത്യമായി അഹ്ലുസുന്നയുടെ നിലപാട് ബോധ്യപ്പെടുത്തിയത്. ഇന്ന് നേരെ തല കുത്തനെയായി. ഇന്ന് അട്ടിക്കണക്കിന് കിതാബ് ഇങ്ങനെ വെച്ചിട്ട് ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, മറ്റേ കിതാബിലുണ്ട്. ഏത് കിതാബിലുണ്ടെങ്കിലും ഉണ്ടോ? അള്ളാന്റെ കിതാബിലുണ്ടോ? ഏത് പണ്ഡിതന്റെ കൗലുണ്ടായിക്കോട്ടെ, അള്ളാന്റെ റസൂലിന്റെ കൗലുണ്ടോ? അതല്ല ഇവിടുത്തെ വിഷയം അല്ലേ? എന്താ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കൂ. ഉലുൽ അംർ ചർച്ചയില്ല. അവിടെ ഉലുൽ അംർ ഇല്ല. ആദ്യം പറഞ്ഞതിൽ അത്തിഉല്ലാഹു വഅത്തിഉർ റസൂല വഉലുൽ അംരി മിൻകും, അവിടെ ഉലുൽ അംർ ഉണ്ട്. പക്ഷെ തർക്കം വന്നാൽ ഉലുൽ അംറിലേക്കല്ല, കിതാബിലേക്ക് മടക്കൂ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടക്കൂ. അതാണ് നിദാനം. സുന്നത്താണ് നിദാനം, അതിലേക്കാണ് മടക്കേണ്ടത്. നിങ്ങൾ ആരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇനിയത്തെ വാക്ക് ശ്രദ്ധിച്ചോ, ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, അതാണ് ഉത്തമം, അതാണ് നല്ല പര്യവസാനം. മറ്റേ പര്യവസാനം ഉണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വിഷയം പറഞ്ഞിട്ട് ആ കിതാബിൽ ഇന്ന പണ്ഡിതൻ പറഞ്ഞു എന്ന് പറയാം. അപ്പൊ ഞാൻ ഇപ്പുറത്തുനിന്ന് വേറൊരു കിതാബ് ധരിച്ചു പറഞ്ഞ് അതേ വിഷയം ഈ കിതാബിൽ ഇന്ന പണ്ഡിതൻ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കണത്, കിട്ടൂല.
കിട്ടൂല. അപ്പൊ എന്ത് വേണം? അവിടെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും മാനദണ്ഡം കിതാബും സുന്നത്തുമാണ്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്. അവിടെ പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കടക്കാൻ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. പരിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറ അൽ അഹ്സാബ് അതിന്റെ 36-ാമത്തെ വചനം നോക്കൂ, നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഒരു വിശ്വാസി ഒരു വിശ്വാസിനി അവർക്ക് യോജിച്ചതല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു ഒരു കാര്യം വിധിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നവരുടെ കാര്യത്തിൽ സ്വതന്ത്ര തീരുമാനം പാടുള്ളതല്ല. ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായും പിഴച്ചുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ കണ്ടോ നിങ്ങൾ? ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ സമീഅനാ വഅതഅനാ, അവിടെ നിന്നാലും അതിനപ്പുറത്തേക്ക് ചാടരുത്. റസൂൽ പറഞ്ഞതാണോ? ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ടതാണോ? സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, അതിനപ്പുറത്തേക്കില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. സൂറത്തുൻ നജ്മിൽ കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ക്ലിയറാണ്? ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, ആ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഖുർആനിനെതിരായി ആരെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തിന് അവകാശമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ നാട്ടിലെ സമസ്തക്കാർ അവര് നബിദിനാഘോഷത്തിന് തെളിവുദ്ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു തെളിവുദ്ധരിക്കൽ എന്താ? വലിയ തെളിവ് അബൂലഹബിന് നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന സംഭവമാണ്. അബൂലഹബ് നരകത്തിൽ കിടക്കുന്നയാളാണ്, സംശയമില്ല. പക്ഷെ നരകത്തിൽ അയാൾക്ക് എന്തുണ്ട്? അയാളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ വിവരം അയാളുടെ അടിമപ്പെണ്ണ് എന്ന് അയാളോട് പറഞ്ഞപ്പോ ആ അടിമയെ മോചിപ്പിച്ചു എന്ന ഇല്ലാക്കഥ പ്രചരിപ്പിച്ച് അതിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ആശയമാണ് ഈ സംഗതി. ശ്രദ്ധിച്ചോ, ഈ സംഗതി ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരി ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അനുബന്ധങ്ങളായി പറയുന്ന ചില സ്ഥലങ്ങൾ, ചില അധ്യായങ്ങൾക്ക് അനുബന്ധങ്ങൾ ചേർക്കും. അതിലൊരു അനുബന്ധം ഈ കഥയാ. പിൽക്കാലത്ത് കടന്നു വന്ന പണ്ഡിതന്മാർ, സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ പണ്ഡിതന്മാർ ഈ കഥ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഖുർആനിനെതിരാണ്, സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് കള്ളക്കഥയാണ്, ഇത് ഖുർആനിനെതിരാണ്. കാരണം ഖുർആനിൽ ഒരു അധ്യായം തന്നെ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഒരു അധ്യായത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞതാ, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു, അത് നശിച്ചു പോട്ടെ. അവൻ സമ്പാദിച്ചതും അവന്റെ ധനവും അവൻ ഉപകരിച്ചില്ല. എന്നാൽ കള്ളക്കഥയിൽ പറയുന്നത് ഉപകരിച്ചു എന്നാണ്. കൊണ്ട് തോട്ടിൽ കയറിയാണ്. കണ്ടോ? പിന്നെയോ തിങ്കളാഴ്ച ദിവസം പ്രത്യേകമായി ഇളവ് ഇല്ല.
കാഫിറുകളെ കുറിച്ച്, നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻളറൂൻ. വേറായത്തിൽ കാണാം ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻസറൂൻ. കൃത്യം അവർക്ക് ഇട നൽകപ്പെടുകയോ സഹായം നൽകപ്പെടുകയോ ഇല്ല. വളരെ കണിശവും കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ആ കഥ സ്വീകരിക്കാൻ പറ്റൂല, അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, സഹീഹ് ബുഖാരിയുടെ മറ്റ് ഹദീസുകൾ കഴിഞ്ഞകാല പണ്ഡിതന്മാർ ഏകോപിക്കുകയാണ്, അത് മുഴുവനും സ്വഹീഹാണ്. അത് അള്ളാഹുവിന്റെ ഖുർആനിനെതിരായതോ ദീനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായതോ ഇല്ല എന്ന് കണിശവും കൃത്യവുമായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതല്ലാത്തത് വന്നത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനം കൃത്യവും കണിശവുമായി പറയുന്നു, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരായി ഏതൊരാൾ കൊണ്ടുവന്നാലും അത് സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയില്ല. കാരണം അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്തായതോടുകൂടി വഹി നിലച്ചിട്ടുണ്ട്. ഇനി പുതിയൊരാശയം ഇങ്ങോട്ടാരും കൊണ്ടുവരേണ്ടതില്ല. ഈ പ്രക്രിയയിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ ശക്തമായി നിൽക്കലായിരുന്നു നമ്മുടെ സ്റ്റാൻഡ്. അതിനപ്പുറത്തേക്ക് ഒരു വർത്താനില്ല. ഏത് പണ്ഡിതൻ, 4 പണ്ഡിതനോ 4000 പണ്ഡിതനോ 4 കോടി പണ്ഡിതനോ എത്ര പണ്ഡിതന്മാര് പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിനെതിരാണോ സ്വീകരിക്കില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരായി ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് ദുനിയാവിലും നാളെ പരലോകത്തും അയാൾക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഫിത്നയുണ്ടാകും. പരിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 63-ാമത്തെ വചനം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ അംറിനോട് എതിരാകുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുമെന്നവർ ഭയപ്പെടട്ടെ. അള്ളാഹിന്റെ ഖുർആനാണ്, സൂറത്ത് നൂറാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ഒരു സംഭവം പറയാം. ഈ ആയത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചോ. എന്താ? റസൂലുള്ളാഹിന്റെ അംറിനെതിരായി ഒരാൾ പറഞ്ഞാൽ ദുനിയാവിൽ അയാൾക്ക് ഫിത്നയുണ്ട്. ആ ഫിത്നയെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ പറഞ്ഞൊരു വർത്താനം എന്താണെന്ന് വെച്ചാൽ, അയാൾ ബിദ്അത്തിലും നിഫാഖിലും പോയി പെടും, കുഫ്രിയത്തിൽ വരെ അയാൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ പരലോകത്തെത്തിയാലോ വേദനയേറിയ ശിക്ഷയും അയാൾക്കുണ്ട്. നിങ്ങൾ സംഭവിച്ചു ഒരു കാര്യം പറയട്ടെ, ഇവിടെ ദുനിയാവിൽ അതല്ലാത്ത പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. ഞാനൊരു സംഭവം പറയാം. നിങ്ങളെല്ലാവരും ഏകദേശം ആളുകൾ മക്കത്തും മദീനത്തും ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉംറക്കായി പോകുന്നവരാണല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉംറക്ക് ഹജ്ജിനോ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഹജ്ജ് ഉംറ സർവീസ് ഉണ്ട്. പരമാവധി അതിൽ പോകാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് കാണിച്ചത് മാർഗത്തിലൂടെ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള കൃത്യമായ പരിശീലനം നൽകുകയും നിങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാനും പറ്റുന്ന ധാരാളം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ആ സംഘം പോകുന്നത്. ഞാൻ ഇന്നത് സൂചിപ്പിക്കുമ്പോൾ ഇന്ന് എറണാകുളത്ത് വെച്ച് ആ ഭാഗത്തു നിന്ന് വന്ന ആളുകളുടെ ഉംറ സംഗമം നടക്കുന്ന ദിവസം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ KNM-ന്റെ ഉംറ സർവീസിൻ്റെ കൂടെ പോകാൻ കഴിയണം. എന്തെങ്കിലും ഒരു ലാഭം ആ വിഹിതത്തിൽ നിന്ന് നിങ്ങളുടെ പോക്ക് കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സംഘടനയുടെ, നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക്, നമ്മളുടെ മറ്റ് ദഅ്വാ സംരംഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാണ് അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊരു സഹായം കൂടിയായി നിങ്ങളതിനെ പരിഗണിക്കുമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഹജ്ജും ഉംറയ്ക്കും നിങ്ങൾ പോകുമ്പോൾ അവിടെ കാണാം മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് ഉഹദ് പർവ്വതം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഉഹദ് പർവ്വതത്തിന്റെ തൊട്ട് മുന്നിലായി ഒരു ചെറിയ കുന്നുണ്ട്, ജബലുർ റുമാത്ത് എന്നാണ് അതിൻ്റെ പേര്.
ആ ജബലുർ റുമാത്ത് ഉഹദ് യുദ്ധം നടക്കുമ്പോൾ 50 ആളുകളെ റസൂൽ അവിടെ നിർത്തി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 50 ആളുകൾ ആ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അവർ അസ്ത്രവിദ്യയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളായിരുന്നു. അവരോട് പറഞ്ഞത്, താഴെ എന്ത് സംഭവിച്ചാലും എൻ്റെ അനുവാദമില്ലാതെ ഇറങ്ങി വരരുത് എന്ന അംർ അള്ളാന്റെ റസൂൽ അവർക്ക് നൽകി. യുദ്ധം തുടങ്ങി. ആദ്യ സന്ദർഭത്തിൽ തന്നെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പിന്തിരിഞ്ഞോടി. അവർ പോയി ജബലുർ റുമാത്തിന്റെ പിന്നിലൂടെ പോയി. അപ്പോ യുദ്ധമെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. സ്വഹാബികൾ ആയുധങ്ങളൊക്കെ മാറ്റി ഗനീമത്ത് ശേഖരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന തിരക്കിലാണ്. ആ സമയത്ത് മലമുകൾ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇല്ല, യുദ്ധം കഴിഞ്ഞു, ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. അപ്പോൾ അവർക്ക് അമീറായി നിശ്ചയിച്ച അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താഴെ എന്ത് സംഭവിച്ചാലും നബി തങ്ങളുടെ കൽപ്പനയില്ലാതെ ഇറങ്ങരുത് എന്നാ, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റൂല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. അവസാനം 10 or 9 ആളുകൾ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം ജബലുർ റുമാത്തിൽ നിന്ന് താഴോട്ടിറങ്ങി. ഈ സന്ദർഭത്തിൽ ജബലുർ റുമാത്തിന്റെ അപ്പുറത്ത് ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം പിന്തിരിഞ്ഞോടിയവരെ തടഞ്ഞു നിർത്തി ഒരു സംഘമാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും സ്വഹാബികൾ അറിയണില്ല. ഈ ആളുകൾ മുകളിൽ നിന്നിറങ്ങി. അപ്പോ ഖാലിദ് ഇബ്നു വലീദ് ഒരാളോട് പറഞ്ഞു, ഒന്ന് ജബലുർ റുമാത്തിന്റെ മുകളിലേക്ക് നയർ നോക്കൂ, ആ ജബൽ സഗീറിന്റെ മുകളിലേക്ക് കയറൂ, എന്താണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് നോക്കാൻ. അങ്ങനെ അയാൾ മുകൾ കയറി നോക്കുമ്പോൾ കാണുന്നത് ജബലുർ റുമാത്ത് ഫ്രീ ആണ്. അവിടെ ഇവിടേക്കായിട്ട് 8-9 ആളെ നിപ്പുള്ളൂ. ഖാലിദ് ഇബ്നു വലീദിന്റെ വിവരം കിട്ടിയ ഉടനെ വലീദ് പറഞ്ഞു, എങ്കിൽ ഇപ്പോഴാണ് പറ്റിയ അവസരം. ആ അവസരം മുതലെടുത്ത് ജബലുർ റുമാത്തിന്റെ മുകളിലൂടെ കയറി അവിടെ ഉണ്ടായിരുന്ന 9 ആളുകളെയും അവർ പകവരുത്തി. പിന്നെ ഒരു മലവെള്ളപ്പാച്ചില് പോലെ താഴെ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സ്വഹാബത്തിന്റെ പുറത്തേക്ക് ശത്രു സൈന്യം പതിക്കുകയാണ്. 4 ഭാഗത്തേക്കും ചിതറിയോടാനല്ലാതെ സ്വഹാബത്തിന് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിന് പരിക്ക് പറ്റി. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദാക്കപ്പെട്ടു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടു. അങ്ങനെ തുടങ്ങുന്ന 70ഓളം സ്വഹാബികൾ ഷഹീദാക്കപ്പെട്ടു. സങ്കടക്കടലായി മാറി ഉഹദിന്റെ രണാങ്കണം. എന്തുകൊണ്ടാണെന്നറിയോ? എന്താ സംഭവിച്ചത്? അള്ളാന്റെ റസൂലിന്റെ കൽപ്പന ലംഘിച്ചുപോയി എന്നതാണ്. ലംഘിച്ചുപോയി. നമ്മളെ കുട്ടികളൊക്കെ പാടുന്നിട്ടില്ലേ, അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാനേ, ഉഹദിൽ അമ്പരനോടിയ മക്കികൾ വിജയം വരിച്ചാനേ. ഖാത്തിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ സ്വഹാബികൾ കരഞ്ഞു കരഞ്ഞ് കൽബ് തകർന്ന് കണ്ണീരാലേ. സ്വഹാബികൾ ഏറെ പരീക്ഷിക്കപ്പെട്ടതാണത്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചതിനാൽ ദുനിയാവിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ പരീക്ഷിക്കപ്പെട്ടു എന്ന് ഉഹദിന്റെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോ റസൂലുള്ളാന്റെ സുന്നത്തിനെ അവഗണിച്ചുകൊണ്ട്, നബിതങ്ങളുടെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇത് റജബ് മാസമാണ്. റജബ് 27-ന് മേറാജ് നോമ്പെന്ന് പറഞ്ഞ് നോമ്പെടുക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അള്ളാന്റെ റസൂലിൽ നിന്ന് ഒരു തെളിവും വന്നിട്ടില്ല. റജബ് 27-നാണോ ഇസ്രാ മേറാജ് ഉണ്ടായത്? ആ വിഷയം ചോദിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞത് അത് കെദിബാണ്, കളവാണ്. അങ്ങനെ ഒരു ചരിത്രം പറയപ്പെട്ടിട്ടില്ല. സത്യസന്ധമായി റജബ് 27-നാണ് റജബ് 27-നാണ് ഇസ്രാ മേറാജും നടന്നതെന്ന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, അന്ന് നബി തങ്ങൾ നോമ്പെടുത്തിരുന്നോ? ഇല്ല. അള്ളാന്റെ റസൂൽ നോമ്പെടുത്തു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നതോയോ ഹദീസുകൾ ഒന്നെങ്കിൽ മൗലൂ ആണ്, അല്ലെങ്കിൽ ലഈഫാണ്, നിർമ്മിതമോ ദുർബലമോ ആണ് എന്ന് പണ്ഡിത ലോകം വിധി എഴുതിയത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായി ഒന്നും കൊന്നുകൂടാ എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ചോദിക്കാനുള്ള ചോദ്യമാണ്, ആരെന്ത് കൊണ്ടുവന്നാലും അള്ളാന്റെ ഹബീബ് ചെയ്തോ?
സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിയവർ സ്വഹാബികളാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരൊറ്റായത്ത് കൂടി പറഞ്ഞ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു കാണാം, വമൻ യശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ نوله ما تولى ونصله جهنم وساءت مصيرا. അള്ളാഹുവിൻ്റെ റസൂലിനോട് സത്യം വ്യക്തമായതിന് ശേഷം ആരെങ്കിലും എതിരായാൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഉണ്ടല്ലോ, നബിതങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും പരിചയിച്ച, നബിതങ്ങളെ ജീവിതത്തിൻ്റെ അടക്കവും മനക്കവും കൃത്യമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയ സ്വഹാബത്തിൻ്റെ മാർഗമല്ലാത്തത് ഒരാൾ മാർഗമായി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ എങ്ങോട്ട് സഞ്ചരിക്കുന്നുവോ അതിലൂടെ നാം അവനെ ചരിപ്പിക്കുന്നതാണ്. അതേ, അവനെ നരകത്തിലിട്ട് നാം കരിക്കുന്നതാണ്. ആ തിരിച്ചെത്തുന്ന സങ്കേതം എത്രയോ ചീത്തയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആരെന്ത് വാചകമായി കടന്നു വന്നാലും, ആരെന്ത് ആശയമായി കടന്നു വന്നാലും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ? ഖുർആനിൽ അങ്ങനെയുണ്ടോ? ഒരാൾ പറയുന്നു അങ്ങനെ ഒരു ആശയമുണ്ട്, അപ്പൊ നമ്മൾ പറയും ആ ആശയത്തിന് ഖുർആനിന്റെ പിൻബലമുണ്ടോ? സ്വഹാബത്തിന്റെ റസൂലുള്ളാഹിന്റെ പിൻബലമുണ്ടോ? സ്വഹാബത്തിന്റെ പിൻബലമുണ്ടോ? കാരണം റസൂലുള്ള പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതും സ്വഹാബത്ത് കണ്ടും കേട്ടും അറിഞ്ഞവരാണല്ലോ. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായി വരുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരാരും തന്നെ ഇതിന് വ്യക്തമായി തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്ന ആശയം അവരോ അവരുടെ മുൻഗാമികളോ മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അവരുടെ തലയിൽ ഉരുത്തിരിഞ്ഞതാവാം, അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളുടെ തലയിൽ ഉരുത്തിരിഞ്ഞതാവാം. ഒരിക്കലും അള്ളാന്റെ റസൂൽ അറിയില്ല, സ്വഹാബത്തിനറിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായി തൗഹീദ് ഉൾക്കൊള്ളണം. ആ തൗഹീദാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃക അല്ലാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ടാണ് സുന്നത്താണ് നിദാനമെന്ന് പറയുന്നത്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ, അതെ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ല എന്ന് റസൂലുള്ള നമ്മളെ അറിയിച്ചതാണ്. അത് പിഴച്ചു പോകില്ല എന്ന് അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണം. നാളെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഹൗലുൽ കൗസർ കൊടുക്കുമ്പോൾ ഞാൻ പോന്നതിന് ശേഷം പുതുതാക്കി ഉണ്ടാക്കിയവരെ, പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയവരെ മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ മതി വരുവോളം കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.